ഐ എം കരുണാകരൻ. ഇന്നലെ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അതായത് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടെയുള്ള ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ച് ചോദിച്ചു, രാഹുൽ എന്നാണ് പറഞ്ഞത് പേര്. സർ, ആഫ്റ്റർ സെക്കൻഡ് ഇയർ 5 ദിവസത്തെ സമ്മർ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്, ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ്. എന്തായാലും കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കി, വലിയ എമൗണ്ടാണ് ആ 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പിന് അവർ ചാർജ് ചെയ്യുന്നത്. സർ, ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചാർജ് കുറച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥാപനത്തെ പറ്റി പറഞ്ഞു തരാമോ എന്നാണ് രാഹുലിൻ്റെ ചോദ്യം. എൻ്റെ മറുപടി ഇതായിരുന്നു. സോ ഇതാണ്, ഇഫ് യു ആർ റിയലി സീരിയസ് ഓഫ് ബിടെക്, ഇങ്ങനെ വാങ്ങി ഫ്രീ ആയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അങ്ങനത്തെ സ്ഥാപനങ്ങളിലല്ല പോകേണ്ടത്. റിയൽ കമ്പനികളിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഈ സെക്കൻഡ് ഇയറിൽ സമ്മർ വെക്കേഷനിൽ മിനിമം 2 ആഴ്ചയെങ്കിലും സെക്കൻഡ് ഇയേഴ്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ 1 മന്ത് ഷുവറായിട്ടും ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് 1 or 2 ആ 2 ആഴ്ച ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു കമ്പനിയിലേക്കും അത് റെഡിയാക്കി അവിടേക്കും പോകാം. അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. S7-ൽ നല്ല സൂപ്പർ പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഇതാണ് നിങ്ങളെ സഹായിക്കുക. ഇവർക്ക് S7-ൽ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം കമ്പനിയിൽ വർക്ക് ചെയ്തല്ല അവരല്ലേ, കമ്പനിക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാമല്ലോ. അതായിരിക്കുമല്ലോ അവരെ നാവിൽ നിന്ന് വരുന്ന ഇൻ്റർവ്യൂവിൻ്റെ റിപ്ലൈ. അപ്പോൾ നല്ല ഇൻറ്റേൺഷിപ്പ് കമ്പനികൾ അവിടെ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവർക്കാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ S7-ൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതെന്ന് അറിയുക. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അടുത്ത ചോദ്യം, സാറേ, ക്യാൻ യു ഹെൽപ്പ് മീ ടു ഗെറ്റ് ആൻ ഇൻറ്റേൺഷിപ്പ് ഇൻ എനി കമ്പനി? ഞാൻ പറഞ്ഞു, രാഹുലെ, തീർച്ചയായും ഞാൻ സഹായിക്കാം. ആദ്യം നീ സ്വന്തമായിട്ട് ശ്രമിക്കുക, പിന്നെ കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നത് എന്നോട് പറയുക. ആ ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ സഹായിക്കാം. പക്ഷേ അത് വേണ്ടി വരില്ല. അപ്പോഴേക്കും നിനക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കും. അപ്പോഴേക്കും നീ പലതും പഠിച്ചിരിക്കും. നിങ്ങൾ കമ്പനിയിൽ പോകുന്നതും പ്ലേസ്മെൻറ്റ് ഓഫീസറോട് സംസാരിക്കുന്നു, സീനിയേഴ്സിനോട് സംസാരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ നീ പഠിക്കും. അതിനിടയിൽ നിനക്ക് 1 മാസത്തെ 2 ആഴ്ചത്തെ ഇൻറ്റേൺഷിപ്പും കിട്ടും. അപ്പം സാറേ, ഞാൻ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഫസ്റ്റിൽ യു പ്രിപ്പയർ എ CV, കരിക്കുലം വിറ്റെ. നല്ലൊരു ഇതിനെ പറ്റിയിട്ട് ഇംപ്രസീവായിട്ടുള്ള ഒരു കരിക്കുലം വിറ്റ് CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നീ പഠിക്കുന്ന 2ാമത്തെ പോയിൻ്റ്, ആദ്യം ഫസ്റ്റ് CV പ്രിപ്പയർ ചെയ്യുക. 2ാമത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനിടെ തന്നെ ചെയ്യണം, സീനിയേഴ്സുമായിട്ടൊക്കെ S8-ൽ ഇപ്പോഴുള്ള S8-ലെ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയ കുട്ടികളോട് ചോദിക്കുക എങ്ങനെയാണ് സെക്കൻഡ് ഇയറിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടുക എന്ന്. കാരണം അവർ ഈ പ്ലേസ്മെൻറ്റ് കിട്ടിയവർ 90% സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തവരായിരിക്കും. സോ അവരോട് സംസാരിക്കുക, ദേ വിൽ ഗൈഡ് യു. ആൻഡ് തേർഡ് പോയിൻറ്റ്, കോളേജിൽ പ്ലേസ്മെൻറ്റ് ഓഫീസറെ കാണുക, അദ്ദേഹത്തോട് ചോദിക്കുക. കാരണം അദ്ദേഹം ഇതാണ് കമ്പനികളായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു തരും, നീ ഇന്നെടുത്ത് പോയിക്കോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയും. അദ്ദേഹത്തെ കാണുക. 4ാമത്തെ, ഇൻറ്റേൺഷല്ല അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അതുവഴി ശ്രമിക്കുക. അതിലൂടെ ഇൻറ്റേൺഷിപ്പിന് കയറുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് ഇതാണ്, പ്രിപ്പയർ ചെയ്ത CV കമ്പനികളിലേക്ക് അയക്കുക. കുറേ കമ്പനികളുടെ അഡ്രസ്സ് ഉണ്ടാക്കുക, അവിടേക്ക് അയക്കുക ആ CV. പിന്നാലെ അവിടെ പോയി കാണുക, സാർ ഞാനൊരു CV അയച്ചിരുന്നു എന്ന് പറഞ്ഞ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യുക. നോക്കി, ഇതിൽ കൂടിയൊക്കെ നീ പഠിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കും. ഇതാണ് you will get the internship in 1 month internship or 2-year internship, whatever you want, and that will lead you to super placement in S7. ഇൻറ്റേൺഷിപ്പ് ബിടെക് പഠനത്തിൻ്റെ വഴിത്തിരിവായിരിക്കും. ശരിക്കും ശ്രമം ഉടനെ തുടങ്ങിക്കോളൂ, ലേറ്റാക്കണ്ട. CV ഡ്രാഫ്റ്റ് ചെയ്യുക. വെക്കേഷൻ എത്താറായില്ലേ, ഉടനെ പറഞ്ഞ സ്റ്റെപ്സൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കോളൂ. വെൻ യു ആർ ഫേസിങ് എനി ചാലഞ്ച്, യു ക്യാൻ കോൾ മീ, ഐ ക്യാൻ ഹെൽപ്പ് യു. So work hard. There is no shortcut for success. Thank you, friends. See you again.